Hi students, welcome to Electron College. So നമ്മൾ AM and FM receivers and modulation techniques ഒക്കെ നമ്മൾ പഠിച്ചു. നമുക്കിനി പഠിക്കാനുള്ളത് noise in AM receivers and noise in FM receivers. സോ ഇതിനകത്ത് കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ അതൊക്കെ നമ്മൾ പഠിക്കണം. ദെൻ അതിന് മുമ്പ് നമുക്ക് നോയ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. എന്താണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ? സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടിയിരുന്നു കഴിഞ്ഞാൽ എങ്ങനായിരിക്കും? സോ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം, നമ്മുടെ ഈ നോയ്സ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോയ്സ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിനെയാണ്. സോ നമുക്ക് ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ. സോ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ട് നോയ്സ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ ദ ചോയ്സസ് ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചാനലായിരിക്കും. ചാനലിനാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യത. ദെൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിഗ്നൽ പവർ ടു നോയ്സ് പവർ. സോ സിഗ്നൽ പവർ ടു നോയ്സ് പവർ, ആ റേഷ്യോയാണ് നമ്മൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ വാല്യൂ എപ്പോഴും കൂടിയിരിക്കണം. നമ്മളിപ്പം റിസീവറിൻ്റെ കേസിലാണ്, AM റിസീവേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ FM റിസീവേഴ്സിൻ്റെ കേസിലായാലും നമ്മുടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പറ്റൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഹയർ ദ വാല്യൂ ഓഫ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഗ്രേറ്റർ വിൽ ബി ദ ക്വാളിറ്റി ഓഫ് റിസീവ്ഡ് ഔട്ട്പുട്ട്. സോ വിത്തൗട്ട് നോയ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് ഒരു ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് എനിക്ക് കിട്ടണമെങ്കിൽ ദ വാല്യൂ ഓഫ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഷുഡ് ബി വെരി ഹൈ. സോ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മോഡുലേറ്റിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ കാണും. ദെൻ ആണ് നമ്മുടെ ചാനൽ. ദെൻ എന്ത് വരും? ചാനൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ റിസീവർ സെക്ഷൻ. So receiver section, so here it is the transmitting section, the modulation section or transmitting section, and receiver section എന്ന് പറയുന്നത് നമ്മുടെ ഡീമോഡുലേഷൻ നടക്കുന്ന സെക്ഷനാണ്. സോ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സെക്ഷൻ ഇതാണ്, ഇൻപുട്ട് സെക്ഷൻ. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദ ഇൻപുട്ട് സെക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ആവറേജ് പവർ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ബൈ ആവറേജ് പവർ ഓഫ് നോയ്സ് അറ്റ് ദ ഇൻപുട്ട്. സോ ഇവിടെ ഉണ്ടാവുന്ന നോയ്സ് കൺസിഡർ ചെയ്തിട്ടാണ്, സോ ഇവിടാണ് മോഡുലേഷൻ നടക്കുന്നത്. സോ ആവറേജ് പവർ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ബൈ ആവറേജ് പവർ ഓഫ് നോയ്സ് അറ്റ് ദ ഇൻപുട്ട്. സോ ഇതായിരിക്കും ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇനി ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീമോഡുലേറ്റഡ്, ഇവിടുന്ന് കിട്ടുന്നത് ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് ആണ്. സോ ആവറേജ് പവർ ഓഫ് ഡീമോഡുലേറ്റഡ് സിഗ്നൽ ബൈ ആവറേജ് പവർ ഓഫ് നോയ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന നോയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടും. അതുപോലെ ചാനലിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് മോഡുലേറ്റഡ് സിഗ്നൽ. സോ ആ മോഡുലേറ്റഡ് സിഗ്നലിന്റെ, ഇപ്പം നമുക്ക് AM അല്ലെങ്കിൽ FM, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന AM ആണ്. ഇപ്പോൾ AM ആണെങ്കിൽ AMന്റെ മോഡുലേറ്റഡ് വാല്യൂ, അതിന്റെ ആവറേജ് പവർ ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഓഫ് ദ നോയ്സ് ഇൻ ദ മെസ്സേജ് ബാൻഡ് വിഡ്ത്ത്. സോ ഈ മൂന്ന് ടേംസ് അറിഞ്ഞിരിക്കണം: ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ചാനൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ഫിഗർ ഓഫ് മെറിറ്റ്. സോ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഫിഗർ ഓഫ് മെറിറ്റ് വെച്ചിട്ടാണ്. സോ നമ്മുടെ റിസീവറിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവർ സെക്ഷൻ മാത്രം ആലോചിച്ച് നോക്കുക. റിസീവർ സെക്ഷൻ മീൻസ് ചാനൽ കഴിഞ്ഞിട്ട് വരുന്ന ആ റിസീവിങ് സെക്ഷനിൽ. സോ നമുക്ക് നോക്കാം അതിന്റെ ചാനലിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഔട്ട്പുട്ടിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സോ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ബൈ ചാനൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇതായിരിക്കും നമ്മുടെ റിസീവർ അല്ലെ, റിസീവറിന്റെ ഫിഗർ ഓഫ് മെറിറ്റ്. ടോട്ടൽ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സെക്ഷൻ ബൈ ഇൻപുട്ട് സെക്ഷൻ, അതിന്റെ സിഗ്നൽ ടു റേഷ്യോ തമ്മിലുള്ള വാല്യൂ ആണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ജനറലി. സോ റിസീവറിന്റെ സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് ചാനൽ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് AM സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനകത്ത്
ഉണ്ടാവുന്ന സിഗ്നൽ ടു നോയ്സ് റേഷ്യോയും അവിടെ ഉണ്ടാവുന്ന ഫിഗർ ഓഫ് മെറിറ്റും നമുക്ക് മെഷർ ചെയ്യാം. ഇതേപോലെ നമുക്ക് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, ഇതിനകത്തൊക്കെ വരുന്ന ഫിഗർ ഓഫ് മെറിറ്റ് വാല്യൂസ് നമുക്ക് ഇവിടെ ഡെറിവേഷൻസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഈ വാല്യൂസ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം. സോ AM സിസ്റ്റത്തിലെ നമ്മൾ ഫിഗർ ഓഫ് മെറിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വാല്യൂസ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ചാനലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആവറേജ് പവർ ഓഫ് ദ മോഡുലേറ്റഡ് സിഗ്നൽ, ഇവിടെ AM മോഡുലേഷൻ ആയതുകൊണ്ട് AM മോഡുലേറ്റഡ് വേവ്, അതിൻ്റെ ആവറേജ് പവർ ഡിവൈഡഡ് ബൈ ആവറേജ് പവർ ഓഫ് ദ നോയ്സ് ഇൻ ദ മെസ്സേജ് ബാൻഡ് വിഡ്ത്ത്. സോ ഇതാണ് നമ്മൾ ചാനലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഫോർമുല. സോ നമുക്ക് AMന്റെ കേസിൽ ആവറേജ് പവർ ഓഫ് AM എന്ന് പറയുന്നത് ഇതാണ്ട് ഈ വാല്യൂ ആണ്, VC² ഇൻറ്റു, ഇത് പഠിച്ചു വെക്കുക, VC² നമ്മൾ ആ ജനറൽ AMന്റെ വേവ് ഇക്വേഷൻ, ജനറൽ AM ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പവർ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് പവർ. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VC²/2 ഇൻറ്റു 1 പ്ലസ് M²/VM² ഇൻറ്റു P. സോ P എന്ന് വെച്ചാൽ പവറാണ്. സോ VC²/2, VC എന്ന് പറഞ്ഞാൽ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, VM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ M²/VM² ഇൻറ്റു P, VC²/2 ഇൻറ്റു 1 പ്ലസ് M²P/VM², ദ ഹോൾ ഡിവൈഡഡ് ബൈ 2FN0. അപ്പോൾ ഈ 2FN0 എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് പവർ ഓഫ് നോയ്സ് ഇൻ മെസ്സേജ് ബാൻഡ്വിഡ്ത്ത്. N0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ N0 എന്ന് പറയുന്നത് നോയ്സ് സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്. സോ ഈ ഇക്വേഷൻ ഇതാണ് നമ്മൾ ചാനൽ. അപ്പോൾ ഓരോന്നും എന്താണെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആവറേജ് പവറും ആവറേജ് പവർ ഓഫ് ദ നോയ്സ് ഇൻ ദ മെസ്സേജ് ബാൻഡ്വിഡ്ത്ത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ചാനലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ AM സിസ്റ്റത്തിൽ. സോ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഫിഗർ ഓഫ് മെറിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ് AMന്റെ. സോ നമുക്ക് അതിൻ്റെ ഫോർമുലയൊക്കെ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ, ഒന്നുകൂടെ പറയുന്നു. ഫിഗർ ഓഫ് മെറിറ്റ് കണ്ടുപിടിക്കണം. റിസീവറിൻ്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദ ചാനൽ. അപ്പോൾ റിസീവറിൻ്റെ ആണ് സ്പെസിഫൈ ചോദിക്കുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്ത് ചെയ്യണം. സോ നമുക്കിവിടെ ചാനലിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒക്കെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് AM വേവ് എന്ന് പറയുന്നത് ദ ആവറേജ് പവർ ഓഫ് ഡിമോഡുലേറ്റഡ് സിഗ്നൽ ബൈ ആവറേജ് പവർ ഓഫ് നോയ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഈ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ദെൻ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ വാല്യൂ കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് അതിൻ്റെ ഫോർമുല, F is equal to സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ചാനൽ. സോ ഈ ഫോർമുല, ഈ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഫോർമുലയെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. സോ F is equal to M/VM the whole square. M മോഡുലേഷൻ ഇൻഡെക്സ് ആണ്, M/VM the whole square, M/VM the whole square into P the whole divided by 1 plus M/VM the whole square into P. ഇതാണ് നമ്മുടെ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ AMന്റെ കേസിലുള്ള ഫോർമുല. സോ ഈ ഫിഗർ ഓഫ് മെറിറ്റ് ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. AM റിസീവറിൻ്റെ കേസിൽ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ വാല്യൂ എപ്പോഴും <1 ആയിരിക്കും. M മോഡുലേഷൻ ഇൻഡെക്സ്, PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, P പവറാണ്. സോ എപ്പോഴും ഈ വാല്യൂ എന്ന് പറയുന്നത് <1 ആയിരിക്കും AMന്റെ കേസിൽ. ഇനി നമുക്ക് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറും സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിൻ്റെ കേസ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ വാല്യൂ 1 ആണ്. സോ AMന്റെ കേസിൽ അത് <1 ആയിരിക്കും. സോ അത് കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം. ഈ ഫോർമുലയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനോ, അതല്ലെങ്കിൽ ഫിഗർ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ ഓഫ് മെറിറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തുനിന്ന് വരാം. നെക്സ്റ്റ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. സോ ആവറേജ് പവർ ഓഫ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, ആവറേജ് പവർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോയ്സ്, ആവറേജ് പവർ ഓഫ് ദ നോയ്സ് മെസ്സേജ് ബാൻഡ് വിഡ്ത്ത്. സോ ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ
ഓഫ് ദ ചാനൽ എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ ഓഫ് ദ മോഡുലേറ്റഡ് വേവ്. നേരത്തെ AM മോഡുലേറ്റഡ് വേവ് ആണ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആയതുകൊണ്ട് ഞാൻ ആ AMന് പകരം ഇവിടെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, അതിന്റെ ആവറേജ് പവർ, അതിന്റെ ആവറേജ് പവറിന്റെ വാല്യൂ ഇതാണ്. മെസ്സേജ് ബാൻഡ് വിഡ്ത്ത് പവർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് FM N0. സോ ഇത് തമ്മിലുള്ള റേഷ്യോ, ആ വാല്യൂ ആണ് നമ്മുടെ ചാനലിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിന്റെ കേസിൽ ഇതായിരിക്കും നമ്മുടെ ചാനലിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വാല്യൂ. ദെൻ നമുക്ക് ഔട്ട്പുട്ടിന്റെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട് സെക്ഷന്റെ കണ്ടുപിടിക്കാം. സോ ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീമോഡുലേറ്റഡ് സിഗ്നൽ ആണ് അല്ലെ. ഡീമോഡുലേഷൻ നടക്കുന്നത് ഔട്ട്പുട്ട് സെക്ഷനിലാണ്, അത് റിസീവർ സെക്ഷനിലാണ്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഫോർമുല. സോ ഇവിടെ നമുക്ക് രണ്ട് പവർ തന്നിട്ടുണ്ട്, ആവറേജ് പവർ ഓഫ് ദ ഡീമോഡുലേറ്റഡ് സിഗ്നലും ആവറേജ് പവർ ഓഫ് ദ നോയ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. ഇതിന്റെ രണ്ടിന്റെ വാല്യൂസും ഇവിടെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. സോ ഇത് തമ്മിലുള്ള റേഷ്യോ, സോ AC² P/8 ദ ഹോൾ ഡിവൈഡഡ് ബൈ FM N0/4. N0 നോയ്സ് സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്, AC കാരിയർ ആംപ്ലിറ്റ്യൂഡ് ആണ്, FM മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി ആണ്. സോ ഇതിന്റെ റേഷ്യോ, ഈ ഇക്വേഷന്റെയും കൂടെ റേഷ്യോ ആണ് നമുക്ക് ഔട്ട്പുട്ടിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ ഇവിടെ വീണ്ടും ഫിഗർ ഓഫ് മെറിറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 ആണ്. കാരണം നമുക്ക് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദ റിസീവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അല്ലെ. ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദ റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ചാനൽ. ഇവിടെ രണ്ട് വാല്യൂസും സെയിം ആണ്. ചാനലിൻ്റെത് AC² P/2 FM N0 ആണ്, ഇതും എന്താണ് AC² P/2 FM N0 ആണ്. സോ ദ റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1. സോ വി ക്യാൻ സേ ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. AMന്റെ കേസിൽ അത് <1 ആയിരുന്നു, ഇവിടെ നമുക്ക് 1 ആയിട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സിംഗിൾ സൈഡ് ബാൻഡ് ജനറേഷൻ മെത്തേഡ്സ്, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ജനറേഷൻ മെത്തേഡ്സ്, AM ജനറേഷൻ മെത്തേഡ്സ്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ നിങ്ങൾക്ക് എന്താണ് SSB വേവ് എന്നുള്ളത് അറിയാം. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻ SSBSC വേവ് അതെന്ന് പറയുന്നത് വീണ്ടും ചാനലിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുക, ചാനലിൻ്റെ കണ്ടുപിടിച്ചിട്ട് ഔട്ട്പുട്ടും കണ്ടുപിടിക്കുക, ഔട്ട്പുട്ടിന്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുക. ആ വാല്യൂസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് SSBSC. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിനകത്തും സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിനകത്തും മോഡുലേഷൻ ഇൻഡെക്സ് ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ 1 ആണ്. സോ ഇവിടെ ആവറേജ് പവർ ഓഫ് SSBSC മോഡുലേറ്റഡ് വേവ് ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AM² AC²/8 ആണ് ആവറേജ് പവർ. ദെൻ ഇതെല്ലാം നമുക്ക് അതിന്റെ ആ സിഗ്നലിന്റെ മോഡുലേറ്റിംഗ് നമ്മൾ SSB വേവ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പവർ കണ്ടുപിടിക്കുന്നത്, ആവറേജ് പവർ. ദെൻ മെസ്സേജ് ബാൻഡ് വിഡ്ത്തിന്റെ പവർ FM × N0 ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ W വെച്ച് ബാൻഡ് വിഡ്ത്തിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് FM × N0 ആണ്. സോ നമുക്ക് ചാനലിന്റെ സിഗ്നൽ ടു റേഷ്യോ എന്ന് പറയുന്നത് ആവറേജ് പവർ ഓഫ്. അപ്പം നിങ്ങൾ ചാനൽ മനസ്സിലാക്കണം. നമ്മൾ ചാനൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ വരച്ച് കാണിച്ചതുപോലെ ട്രാൻസ്മിറ്റർ ഉണ്ട്, ചാനൽ ഉണ്ട്, റിസീവർ ഉണ്ട്. സോ ചാനലിന്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലേറ്റഡ് വേവ് ആണ് നമ്മൾ അല്ലെ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് റിസീവറിലേക്ക് പോകുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ചാനലിൽ ഉണ്ടാവുന്ന നോയ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദ ചാനൽ ഓഫ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ കണ്ടുപിടിക്കുന്നത്. സോ അവിടെ ആവറേജ് പവർ ഓഫ് ദ മോഡുലേറ്റഡ് വേവ് അല്ലെ, മോഡുലേറ്റഡ് വേവിന്റെ ആവറേജ് പവറിനെ ആ മെസ്സേജ് ബാൻഡ് വിഡ്ത്തിനകത്ത് ആവറേജ് പവർ ഓഫ് ദ നോയ്സ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ AM² AC²/8 ഡിവൈഡഡ് ബൈ, അപ്പോൾ ഞാനത് ഒറ്റ ഇക്വേഷൻ 2 ഇക്വേഷനായിട്ട് എഴുതാൻ കാരണം നിങ്ങൾക്ക് എത്രയാണ് ആവറേജ് പവർ മോഡുലേറ്റഡ് വേവിൻ്റെത്
നോയ്സ് മെസ്സേജ് ബാൻഡ് വിഡ്ത്തിൻ്റെ ആവറേജ് പവർ എത്രയാണ് അത് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇക്വേഷൻസ് രണ്ടും സെപ്പറേറ്റ് എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ആ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ AM² AC²/8FM0 എന്ന് കിട്ടും. സോ ഇനി നമുക്ക് ഔട്ട്പുട്ട് സെക്ഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ചാനൽ കണ്ടുപിടിച്ചു. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് സെക്ഷനോടെ കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസീവർ സെക്ഷനാണ്. അവിടെയാണ് ഡീമോഡുലേഷൻ നടക്കുന്നത്. ഇത് തമ്മിലുള്ള റേഷ്യോ എടുത്താലേ നമുക്ക് ഫിഗർ ഓഫ് മെറിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ആവറേജ് പവർ ഓഫ് ദ ഡീമോഡുലേറ്റഡ് സിഗ്നൽ, ആ ഡീമോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നലിന്റെ ആവറേജ് പവർ AM² AC²/32 ആണ്. നമ്മൾ നേരത്തെ 8 വെച്ചൊരു ഇക്വേഷൻ പറഞ്ഞു, അത് ആവറേജ് പവർ ഓഫ് ദ മോഡുലേറ്റഡ് വേവ് ആണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. So here average power of the demodulated signal is AM² AC²/32. Then average power of the noise at the output. So average power of noise at the output എന്ന് പറയുന്നത് FM_N0/4 ആണ്. ഇതാണ് ഇവിടുത്തെ ആവറേജ് പവർ. Then we can calculate the signal to noise ratio of the SSPSC wave. അപ്പോൾ അതെന്താണ്? ആവറേജ് പവർ ഓഫ് ഡിമോഡുലേറ്റഡ് സിഗ്നൽ ബൈ ആവറേജ് പവർ ഓഫ് നോയ്സ്. രണ്ടും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും AM² AC²/8WN0. സോ 8W അല്ലെങ്കിൽ FM എന്ന് നമുക്കും യൂസ് ചെയ്യാം. രണ്ടും സെയിം ആണ്. ഇവിടെ W-ന് പകരം നമുക്ക് FM എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. FM ഈസ് ഓൾസോ സെയിം. മെസ്സേജ് ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണത്. സോ 8FM_N0 എന്ന് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യുമ്പം ആ 32 4 ക്യാൻസൽ ചെയ്താണ് 8 വരുന്നത്. സോ AM² AC²/8FM_N0. നമ്മൾ എല്ലായിടത്തും FM ആയി യൂസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ 8FM_N0 എന്ന് തന്നെ പഠിച്ചാൽ മതി. ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ ഇവിടെ എന്താണ്? 1 ആണ്. കാരണം നമ്മൾ നേരത്തെ കിട്ടിയേക്കുന്ന വാല്യൂ AM² AC²/8FM0 ആണ് ചാനലിൻ്റെത്. സോ ഔട്ട്പുട്ടിൻ്റെത് നമുക്ക് കിട്ടുന്നത് AM² AC²/8FM_N0 ആണ്. ഈ രണ്ട് വാല്യൂസും സെയിം ആണ്. സോ ദ റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1. സോ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് SSBSC. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചു SSBSCയുടെയും DSP ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ വാല്യൂ 1 ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ AM-ൻ്റെ പഠിച്ചു. AM-ൻ്റെ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് <1 ആണ്. സോ ഈ രണ്ട് പോയിന്റ്സും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒരു നമ്മൾ മോഡുലേഷൻ AM-ൻ്റെ ഡിഫറെൻറ്റ് മോഡുലേഷൻ ടെക്നിക്സ് ഒക്കെ പറഞ്ഞതാണ്. സോ അതിൻ്റെ ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ നോയ്സ് സെക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ 1 കിട്ടിയിരിക്കുന്നത് SSBയുടെയും DSPSCയുടെയും കേസിലാണ്. AM-ന്റെ കേസിൽ ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ <1 ആണ്. സോ ഇത്രയാണ് നമുക്ക് AM-ന്റെ കേസിലുള്ള നോയ്സസിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി നമുക്ക് FM റിസീവറിന്റെ കേസിൽ വരുവാണെങ്കിൽ, ഇൻ FM എനി ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഓഫ് ദ കാരിയർ ഈസ് ഡ്യൂ ടു നോയ്സ് അല്ലേ. നമുക്കറിയാം ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയറിന്റെ ഫ്രീക്വൻസിക്കാണ് വേരിയേഷൻ വരുത്തുന്നത്. അവിടെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാൻ പാടില്ല. സോ ഇവിടെ ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് എന്തുകൊണ്ടുണ്ടാണ്, നോയ്സ് കൊണ്ടുണ്ടാണ്. സോ നമുക്കറിയാം FM റിസീവേഴ്സ് അല്ലെങ്കിൽ FM ഡിറ്റക്ഷൻ മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റേഷ്യോ ഡിറ്റക്ടേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മളവിടെ ലിമിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ്. ഈ നോയ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്ന നോയ്സിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ്. സോ ഇവിടെ ഫിഗർ ഓഫ് മെറിറ്റിന്റെ ഇക്വേഷൻ 3kF²P/FM² ആണ്. KF അറിയാം നിങ്ങൾക്ക്. KF എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ΔF ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു KF × AM. AM എന്ന് പറയുന്നത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. സോ ΔF is equal to KF ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി. സോ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റിയുടെ ടേംസിൽ നമുക്ക് ΔF-നെ AM-ന്റെയും ഇക്വേഷൻ എഴുതാം. സോ ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ 3kF²P/FM²P പവർ ആണ്.
സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് 3 VC² KF²P/2N0 FM3. സോ ഇത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോൻ്റെ ഫോർമുല, ഇത് ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഫോർമുല. സോ ഇത് രണ്ടും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹിയർ figure of merit is proportional to the square of deviation ratio. So figure of merit deviation ratio യുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. So for wideband FM transmission, bandwidth is proportional to square of deviation ratio. അപ്പോൾ നമുക്ക് പറയാം ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ഡീവിയേഷൻ റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്, സ്ക്വയർ ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫിഗർ ഓഫ് മെറിറ്റ് ബാൻഡ്വിഡ്ത്തുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ബാൻഡ്വിഡ്ത്ത് ഫിഗർ ഓഫ് മെറിറ്റ് നമ്മൾ അതിലേക്കാണ് വരുന്നത്. സോ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഓഫ് മെറിറ്റ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഫിഗർ ഓഫ് മെറിറ്റ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതിനുള്ള റീസൺ ആണ് നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ ഓഫ് മെറിറ്റ് ഡീവിയേഷൻ റേഷ്യോയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നിങ്ങൾ ആ ഡെൽറ്റ എഫിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും, കാരണം KF അറിയാമെങ്കിൽ ഡെൽറ്റ എഫിൻ്റെ ടേംസിൽ നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ അത് ഇക്വേഷൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ഡീവിയേഷൻ റേഷ്യോയ്ക്ക് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡീവിയേഷൻ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡ്വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡീവിയേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ഡീവിയേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ ഓഫ് മെറിറ്റ് ഇൻക്രീസ് ചെയ്യും. ഫിഗർ ഓഫ് മെറിറ്റ് ഇൻക്രീസസ് മീൻസ് നോയ്സ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുന്നതനുസരിച്ച് നോയ്സ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ AM ആയിരിക്കും, FMൻ്റെ നോയ്സ് പെർഫോമൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പം ബെറ്റർ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻലെസ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് FM ആയിരിക്കും. സോ നോയ്സ് പെർഫോമൻസ് FMൻ്റെ കേസിൽ കൂടാനുള്ള റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഫിഗർ ഓഫ് മെറിറ്റ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് അനുസരിച്ച് ഫിഗർ ഓഫ് മെറിറ്റ് കൂടും. കാരണം ബാൻഡ്വിഡ്ത്ത് ഡീവിയേഷൻ റേഷ്യോയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? ഡീവിയേഷൻ റേഷ്യോ ഫിഗർ ഓഫ് മെറിറ്റിന് പ്രൊപ്പോർഷണൽ ആണ്. സോ അതുകൊണ്ട് നോയ്സ് പെർഫോമൻസ് ഹൈ ആയിട്ട് ഇവിടെ കൂടാൻ സാധ്യതയുണ്ട്. ദെൻ ഒന്ന് രണ്ട് പോയിന്റ്സിൽ രണ്ട് സ്പെഷ്യൽ കേസസ് ആണിത്. ഇൻ FM റിസീവർ ഓപ്പറേറ്റിംഗ് ഇൻ സിംഗിൾ ടോൺ ഫ്രീക്വൻസി, സിംഗിൾ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഫിഗർ ഓഫ് മെറിറ്റിന്റെ ഫോർമുല ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. F = m²/2 + m². ഇതാണ് ഫിഗർ ഓഫ് മെറിറ്റിന്റെ ഇക്വേഷൻ. ഇപ്പം നമ്മൾ 100% മോഡുലേഷൻ അല്ലെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് 1 ആവുന്ന കേസിൽ ഫിഗർ ഓഫ് മെറിറ്റ് 1/3 ആണ്. ഇനി അതേപോലെ തന്നെ സിംഗിൾ ടോൺ FMൻ്റെ കേസിൽ, സിംഗിൾ ടോൺ നമ്മൾ AM-ൻ്റെ കേസ് പറഞ്ഞു, സിംഗിൾ ടോൺ FMൻ്റെ കേസിൽ നമ്മൾ ഫിഗർ ഓഫ് മെറിറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല 3/2 MF² ആണ്. അത് M എന്ന് പറയുന്നത് മോഡുലേഷൻ, MF എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് FM. ഇവിടെ നമുക്ക് 100% മോഡുലേഷൻ എടുക്കുവാണെങ്കിൽ ഇവിടെ ഫിഗർ ഓഫ് മെറിറ്റ് 3/2 ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം നോയ്സ് പെർഫോമൻസ് ഓഫ് FM സിസ്റ്റം വിൽ ഓൾവേസ് ബി ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് AM. ഇപ്പോൾ സിംഗിൾ ടോൺ മോഡുലേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ F ഇവിടെ 1/3 ആണ്, ഇവിടെ 3/2 ആണ്. ഇപ്പോൾ F കൂടി, അല്ലേ? ഒരു FMൻ്റെ കേസിൽ ഫിഗർ ഓഫ് മെറിറ്റിന്റെ വാല്യൂ കൂടുതലാണ് സിംഗിൾ ടോൺ ഓപ്പറേഷനകത്ത് നമുക്ക് പറയാം. സോ നമുക്ക് പറയാം ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫോർമുലാസ് രണ്ടും AM-ൻ്റെ FM-ൻ്റെ കേസിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സോ നോയ്സ് പെർഫോമൻസ് നമുക്ക് FM സിസ്റ്റത്തിൽ AM-നെ കാട്ടി ബെറ്റർ ആയിരിക്കും എന്നാണ്. ദെൻ എഫക്ട് ഓഫ് നോയ്സ് ഓൺ കാരിയർ. ആംപ്ലിറ്റ്യൂഡും ഫേസും നോയ്സ് കാരണം ചേഞ്ച് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡിനും ഫേസിനും ചേഞ്ചസ് ഉണ്ടാവാം ഡ്യൂ ടു നോയ്സ്. AM റിസീവർ ആണെങ്കിൽ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, AM റിസീവർ ആണെങ്കിൽ AM റിസീവർ ഡസ് നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ഡ്യൂ ടു ഫേസ് ചേഞ്ചസ്. ഫേസ് ചേഞ്ച് കാരണം AM റിസീവറിന് ചേഞ്ച് ഒന്നും വരുത്തില്ല. പക്ഷേ FM റിസീവർ ആണെങ്കിൽ it will not be affected by amplitude changes, but it will be affected by phase change. അപ്പോൾ AM റിസീവറിന്റെ കേസിൽ ഫേസ് ചേഞ്ച് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ഓൺലി ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് ഓഫ് ദ കാരിയർ വിൽ അഫക്റ്റ്, അല്ലേ? നോയ്സ് കൊണ്ടുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് മാത്രമേ AM റിസീവറിൽ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. FM റിസീവർ വരുമ്പോൾ
ഫേസ് ചേഞ്ചസ് അഫക്റ്റ് ചെയ്യും. ഫേസ് ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ചേഞ്ചസ് അഫക്റ്റ് ചെയ്യും, അത് റിലേറ്റഡ് ആണ്. സോ നമുക്ക് പറയാം FM receiver will not be affected by amplitude changes but it will be affected by the phase changes introduced by the noise because these phase changes are associated with the frequency changes. So ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് എഫക്റ്റ് ഓഫ് നോയ്സ് ഓൺ കാരിയർ. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയും ഫേസിനെയും അഫക്റ്റ് ചെയ്യാം നോയ്സ്. AM റിസീവർ ആണെങ്കിൽ ഫേസ് ചേഞ്ച് അഫക്റ്റ് ചെയ്യത്തില്ല, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ FM റിസീവറിനകത്ത് ഫേസ് ചേഞ്ചസ് വരുന്നുണ്ട് നോയ്സ് കാരണം. സോ ഫേസ് ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ചേഞ്ചസ് ഉണ്ടാവും. സോ ഇതാണ് അതിന് തമ്മിലുള്ളൊരു കമ്പാരിസൺ. ദെൻ എഫക്റ്റ് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഓൺ നോയ്സ്. മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് നോയ്സ് കാരണം ഉണ്ടാവുന്ന എഫക്റ്റ് ആണ്. In AM, modulating frequency does not affect the signal to noise ratio. So we get a rectangular distribution of AM. നമ്മൾ ആ നോയ്സ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് AMന്റെ കേസിൽ ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കിട്ടുന്നത്. സിൻസ് AM മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഡസ് നോട്ട് അഫക്ട് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോയ്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബട്ട് ഇൻ FM, നോയ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് എ ട്രയാങ്കുലർ നോയ്സ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നോയ്സ് ട്രയാങ്കിൾ നമുക്ക് FMന്റെ കേസിൽ ഒബ്റ്റെയിൻ ചെയ്യും. കാരണം FM നോയ്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ ഇതാണ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് ഉള്ള എഫക്റ്റ് AMലും FMലും. സോ ആ രണ്ട് പോയിന്റ്സും കരിയറിന് ഉള്ള എഫക്റ്റും മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്കുള്ള എഫക്റ്റും നമ്മൾ പഠിക്കണം. എഫക്റ്റ് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഓൺ നോയ്സ് ആൻഡ് എഫക്റ്റ് ഓഫ് കരിയർ ഓൺ നോയ്സ് ട്രയാങ്കിൾ. നോയ്സ് ട്രയാങ്കിൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ആ ഡിസ്ട്രിബ്യൂഷൻ റെക്റ്റാങ്കുലർ ഷേപ്പാണോ ട്രയാങ്കുലർ ഷേപ്പാണോ എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസിൽ തരാം. AMനകത്ത് എന്താണ്, FMനകത്ത് എന്താണ്. സോ FMനകത്താണ് നമ്മൾ നോയ്സ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ AM പഠിച്ചു, FM പഠിച്ചു, അതിൻ്റെ ജനറേഷൻ മെത്തേഡ്സ് പഠിച്ചു, പവർ ഇക്വേഷൻസ്, കറണ്ട് ഇക്വേഷൻസ്, മോഡുലേഷൻ ഇൻഡെക്സ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പ്രോബ്ലംസ് ചെയ്തു. ദെൻ നമുക്ക് നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ടോപ്പിക്സ് ഉണ്ട്. നോയ്സിൻ്റെ പോർഷൻസ് നിങ്ങൾ കുറേ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ദെൻ അതിനകത്ത് ഉണ്ടാവുന്ന എഫക്റ്റ്, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്ന എഫക്റ്റ്, കരിയറിനുണ്ടാവുന്ന എഫക്റ്റ്, നോയ്സ് റിലേറ്റഡ് എഫക്ട്സ്, സോ അതും നമ്മൾ പഠിക്കണം. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് അടുത്ത പോർഷൻസ് പഠിക്കാനുള്ളത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.